ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ അർജുൻ എന്നൊരു യുവാവുണ്ടായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ ധനികരോ തീരെ ദരിദ്രരോ ആയിരുന്നില്ല. ഒരു സാധാരണ കുടുംബം. അതിനാൽ തന്നെ അവൻ ആഗ്രഹിച്ചതുപോലെ പണമോ സുഖസൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ദുഃഖിതനായിരുന്നു. അവൻ ആ ഗ്രാമത്തിലെ ധനവാന്മാരെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൻ സങ്കടപ്പെട്ടിരുന്നു. ഒരിക്കൽ അവൻ ഒരു വൃക്ഷത്തണലിൽ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധ അവിടെ വന്നു. അവൻ്റെ സങ്കടഭാവം കണ്ടിട്ട് അവർ ചോദിച്ചു, മോനെ, നിനക്ക് എന്താണ് ഇത്ര വലിയ ദുഃഖം? അവൻ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ എനിക്ക് പണമോ സുഖസൗകര്യങ്ങളോ ഇല്ല. അതിനാൽ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നില്ല. ആ വൃദ്ധ പറഞ്ഞു, മോനെ, പണവും സുഖസൗകര്യങ്ങളുമല്ല സന്തോഷം തരുന്നത്. നിനക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ അടുത്ത 3 ദിവസം ഞാൻ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കണം. അവൻ സമ്മതിച്ചു. വൃദ്ധ പറഞ്ഞു, നാളെ രാവിലെ നീ ഉണരുന്നുടനെ പ്രകൃതിയിലേക്ക് നോക്കി ദൈവമേ, ഈ ദിവസത്തിനായി നന്ദി എന്ന് പറയണം. തുടർന്ന് മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കണം. അവൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് വൃദ്ധയുടെ അടുത്ത് ചെന്നു. അവർ പറഞ്ഞു, നാളെ നീ ആരെയെങ്കിലും ഒന്നും പകരമിച്ഛിക്കാതെ സഹായിക്കണം. അടുത്ത ദിവസം ചുമടുമായി പോകുന്ന ഒരു വൃദ്ധൻ്റെ ചുമട് വാങ്ങി അയാൾക്ക് പോകേണ്ടുന്നിടത്ത് കൊണ്ടുപോയി കൊടുത്തു. വൃദ്ധൻ അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവൻ വൃദ്ധയുടെ അടുത്തെത്തി. വൃദ്ധ പറഞ്ഞു, നാളെ നിനക്ക് കിട്ടുന്ന ആഹാരം അത് എത്ര ലളിതമായിരുന്നാലും നിൻ്റെ വസ്ത്രം എത്ര മോശമായിരുന്നാലും അതുകൊണ്ട് നീ തൃപ്തിപ്പെടണം. അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കണം. അവന് അന്ന് ആകെ ലഭിച്ചത് ഒരു റൊട്ടിക്കഷ്ണം മാത്രമാണ്. പക്ഷേ അത് ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അത് ഭക്ഷിച്ചു. അതോടെ അവൻ അറിയാത്ത ഒരു സന്തോഷം ഹൃദയത്തിലുണ്ടായി. അവൻ വൃദ്ധയുടെ അരികിൽ ചെന്ന് സന്തോഷത്തിൻ്റെ മാർഗം കാട്ടിത്തന്നതിന് നന്ദി പറഞ്ഞു. ധനവും സുഖസൗകര്യങ്ങളുമല്ല സന്തോഷത്തിൻ്റെ നിദാനം. അല്പമെങ്കിലും ലഭിച്ചതിലുള്ള നന്ദിയും തൃപ്തിയും നമുക്ക് സന്തോഷം പകരുന്നു. അതേപ്രകാരം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനസ്സും സന്തോഷത്തിൻ്റെ നിദാനമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ തൃപ്തിപ്പെടുവാൻ പലർക്കും കഴിയാറില്ല. എന്നാൽ അങ്ങനെ കഴിയുന്നവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. ഇതെല്ലാം ദൈവത്തോടും മനുഷ്യരോടും നമുക്കുള്ള മനോഭാവത്തെ വെളിപ്പെടുത്തുന്നു. സ്നേഹവും നന്ദിയും ഏതു മനുഷ്യനെയും സന്തുഷ്ടനാക്കുന്നതാണ്. കൂടുതൽ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എത്ര ലഭിച്ചാലും പിന്നെയും കൂടുതൽ ലഭിക്കണം എന്ന ആഗ്രഹം നിലനിൽക്കുന്നതിനാൽ ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. അതിനാൽ ഉള്ളതിൽ തൃപ്തിപ്പെടുകയും അവയെ പങ്കുവയ്ക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞാൽ നാം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുകയാണ്. അപ്പോൾ അറിയാതെ സന്തോഷവും ലഭിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ തൃപ്തിയോടെ ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.